മുതിർന്നൊരു വ്യക്തി ഒരു ദിവസം 4 മുട്ട വരെ കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളിൽ ഒന്നാണ് മുട്ട. പക്ഷെ നമ്മൾ കുട്ടികൾക്കൊന്നും അധികമായിട്ട് മുട്ട കൊടുക്കുന്നില്ല. അതുപോലെ പ്രായമായി കഴിഞ്ഞാൽ മുട്ട കൊടുക്കാൻ പേടിയാണ്. കൊളസ്ട്രോൾ ഒക്കെ വരും എന്നുള്ള പേടി. ഈ വീഡിയോ മൊത്തമായി കണ്ടിരിക്കുക. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. കാരണം വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനും പല അസുഖങ്ങളും തടയാനായിട്ട് മുട്ട ഹെൽപ്പ് ചെയ്യും. പലരും പറയുന്നത് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് വരും, കൊളസ്ട്രോൾ വരും, ശരീരം കേടാവും. മറ്റു ചിലർ പറയുന്നത് മുട്ട ആഴ്ചയിൽ 2 അല്ലെങ്കിൽ മാക്സിമം 4 കഴിച്ചാൽ മതി, അതിലധികം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബോഡി ബിൽഡർ ആയിട്ടുള്ളവരും അത്ലറ്റ് ആയിട്ടുള്ളവരും ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരും ന്യൂട്രീഷൻ എക്സ്പേർട്സും അല്ലെങ്കിൽ രോഗം കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞ് റിക്കവർ ചെയ്യുന്ന ആളുകളെല്ലാം മുട്ട എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു? എന്തുകൊണ്ടാണ് ആശുപത്രികളിൽ പോലും ഒരു റിക്കവറി ഡയറ്റിൽ മുട്ട ഒരു പ്രധാന ആഹാരമായി മാറുന്നത്? ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം. കാരണം വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലോ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലോ, പിന്നെ പ്രായമുള്ള ആളുകൾക്ക് മസിൽ ലോസ്റ്റ് ഉണ്ടാവും, അതെല്ലാം തടയണമെങ്കിൽ പ്രോട്ടീൻ വേണം. മുട്ട ഒരു സാധാരണ ഭക്ഷണം അല്ല, അതൊരു ന്യൂട്രീഷൻ പാക്കേജാണ്, ഒരു ന്യൂട്രീഷൻ ബോംബാണ്. അത്രമാത്രം ന്യൂട്രീഷനാണ് അതിനകത്തുള്ളത്. സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 30 എഗ്ഗ് അല്ലെങ്കിൽ 40 മുട്ടയൊക്കെ കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരു ദിവസം 4 മുട്ട കഴിക്കണം. അതായത് മുതിർന്ന വ്യക്തികൾ 4 മുട്ട കഴിക്കണം. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് സയൻസ് ബാക്കപ്പായിട്ട് പറയുവാണ്. മുട്ട കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ മുട്ട ശരിക്കും നല്ലതാണോ? ആർക്കൊക്കെ കഴിക്കാം? എത്ര വരെ സേഫാണ്? കൊളസ്ട്രോൾ മുട്ട കഴിച്ചാൽ കൂടുമോ? ഹാർട്ട് അറ്റാക്ക് റിസ്ക് കൂടുമോ? മുട്ടയുടെ വെള്ള മാത്രമാണോ കഴിക്കേണ്ടത്, അതോ മഞ്ഞ കഴിക്കാവോ? അതുപോലെ ബോയിൽഡ് ആയിട്ടാണോ കഴിക്കേണ്ടത്, ഓംലെറ്റ് ആണോ കഴിക്കേണ്ടത്, താറാവ് മുട്ടയാണോ നല്ലത്, അതോ കോഴിമുട്ടയാണോ നല്ലത്? ഇങ്ങനെ പല സംശയങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം പോലും മുട്ട നിങ്ങൾ ഒഴിവാക്കരുത്. നമ്മൾ പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ രാവിലെ കഴിക്കുന്ന ആഹാരം എന്താണ്? പുട്ട്, അപ്പം, ഉപ്പുമാവ്, ഇഡ്ഡലി, ദോശ. ഇതിലൊന്നും പ്രോട്ടീൻ ഇല്ല. എനർജി ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷേ പ്രോട്ടീൻ വളരെ കുറവാണ്. സത്യമല്ലേ? അതുകൊണ്ട് തന്നെ പലർക്കും മസിൽ ലോസ് ഉണ്ടാകുകയാണ്. പ്രായം കൂടുന്ന സമയത്ത് എളുപ്പം ക്ഷീണം വരും, മസിൽ തളരും, മുടി പൊഴിച്ചിലുണ്ടാവും, പ്രതിരോധ ശക്തി കുറയും, ഷുഗർ വളരെ ഹൈ ആവും, വയറ് കൂടും. എക്സസൈസ് ചെയ്തിട്ടും ബോഡി ഷേപ്പിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. കാരണം പ്രോട്ടീൻ ഇൻടേക്കില്ല, പ്രോട്ടീൻ അകത്തോട്ട് വരുന്നില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരം ഒരു ബിൽഡിംഗ് പോലെയാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫ്യൂവലാണ്, പെട്രോൾ. പക്ഷെ പ്രോട്ടീനാണ് ബ്രിക്സ്. അതിങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ബ്രിക്സ് കൊടുക്കാതെ ബിൽഡിംഗ് ഒരിക്കലും ശക്തമാകില്ല. ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കാം ചിക്കനിൽ കിട്ടും, അല്ലെങ്കിൽ മീനിൽ കിട്ടും, അതുപോലെ തന്നെ പയർ പുഴുങ്ങിയാൽ കിട്ടും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല ന്യൂട്രീഷൻ എക്സ്പേർട്സും മുട്ടയെ നാച്ചേഴ്സ് മൾട്ടി വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത്. അത്രമാത്രം ഗുണങ്ങളാണ് മുട്ടയിലുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു എല്ല് പൊട്ടിയൊരു വ്യക്തി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ദിവസവും മുട്ട കഴിക്കാനായിട്ട് ഡോക്ടർ പറയും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന ആഹാരത്തിൽ മുട്ട ഉണ്ടാവും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ട കാണും. കാരണം ഇവർക്കൊക്കെ മുട്ട വേണം. ഇതിൻ്റെ ഗുണം എന്താ? എളുപ്പം കിട്ടും, ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ വിലയും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ശരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രോട്ടീനാണ്. ഇനിയുള്ളൊരു പ്രശ്നം മുട്ടയുടെ മഞ്ഞയെക്കുറിച്ചാണ്. പലരും മുട്ടയുടെ മഞ്ഞ കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എഗ് വൈറ്റ് ആണ് കൂടുതൽ ആളും കഴിക്കുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പ്രോട്ടീൻ മുട്ടയുടെ വെള്ളയിലാണ്, പക്ഷെ പല ന്യൂട്രിയൻസും ഈ മഞ്ഞയിലാണ്, ആ മഞ്ഞക്കുരുവിലാണ്. അപ്പോൾ അത് പല ആളുകളും കഴിക്കാറില്ല. ഞാൻ എല്ലാ ദിവസവും ഒരു മഞ്ഞ കഴിക്കാറുണ്ട്, 4 അല്ലെങ്കിൽ 5 മുട്ടയുടെ വെള്ളയും കഴിക്കാറുണ്ട്. ഇതാണ് ഞാൻ കഴിക്കുന്നത്. മുട്ടയുടെ മഞ്ഞ 2 എണ്ണമൊക്കെ കഴിക്കാമെന്നാണ് പറയുന്നത്. സേഫായിട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം കംപ്ലീറ്റ് ഫുഡ് ആവുന്നത് ആ മഞ്ഞ ഭാവം കൂടെ കിട്ടുമ്പോഴാണ്. അതിനകത്ത് പല ന്യൂട്രിയൻസും ഉണ്ട്. ചില ആളുകൾ 4 ഫുൾ മുട്ടയും കഴിക്കാറുണ്ട്. പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം ഫാമിലിയിൽ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുട്ടയുടെ ഒരു മഞ്ഞയെങ്കിലും നിർബന്ധമായിട്ട് കഴിക്കണം. കാരണം അത് ഒഴിവാക്കരുത്. കാരണം അതിനകത്ത് ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ മുട്ടയെ പേടിക്കുന്നത് ഈ മഞ്ഞ കാരണമാണ് അല്ലേ? പിന്നെ ടേസ്റ്റ് ഇല്ല എന്ന് പറയും. അപ്പോൾ മുട്ട പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനത്തിലുള്ള ഡിഷസ് ഞാൻ ഡോക്ടർ ഡി ഇന്നർ സർക്കിൾ യൂട്യൂബിലുള്ള ആ ഒരു പേജ് ഉണ്ടല്ലോ, അതിൻ്റെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്ങനെയൊക്കെ നമുക്ക് മുട്ട കഴിക്കാം, ഞാൻ എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പേജിലൂടെ പറയാം. ഇപ്പം പല ആളുകളും അതിൻ്റെ അകത്ത് ഇപ്പം ഹെൽത്ത് ടിപ്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡോക്ടർ ഡി ഇന്നർ ടിപ്സ് സബ്സ്ക്രിപ്ഷനാണ്, അതിൻ്റെ അത് ജോയിൻ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലുള്ള എല്ലാ ഹെൽത്ത് ടിപ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നല്ല വരുന്നത്.
ശരീരത്തിന് വേണ്ട കൊളസ്ട്രോൾ വലിയൊരു ഭാഗവും നമ്മുടെ ലിവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം നമ്മളൊരു മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കൊളസ്ട്രോൾ ഉള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ മാത്രമേ നമ്മുടെ ലിവർ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൈറ്റമിൻ ഡി ഉണ്ടാക്കാനും നമ്മുടെ സെൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും ശരീരത്തിന് കൊളസ്ട്രോൾ വേണം, ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ മുട്ടയുടെ മഞ്ഞ കഴിച്ചെന്ന് പറഞ്ഞ് ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല. ലിവർ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊളസ്ട്രോൾ റെഡിയാക്കും. പല സ്റ്റഡീസിനും പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് നമുക്ക് 4 മുട്ട വരെ കഴിക്കാം, ഒരു പ്രശ്നവും ഇല്ലെന്നാണ്. അങ്ങനെ മേജർ ഹാർട്ട് റിസ്ക് ഒന്നും ഉണ്ടാകില്ല. പക്ഷെ അതിനോടൊപ്പം എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ അതിന് നമുക്ക് മസിലിലോട്ട് എത്തുകയുള്ളൂ. എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 2 മുട്ട അല്ലെങ്കിൽ 3 മുട്ടയെ കഴിക്കാവൂ മാക്സിമം. പക്ഷെ അല്ലെങ്കിൽ എക്സസൈസിനോടൊപ്പം നമ്മൾ 4 മുട്ട കഴിക്കുവാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. 4 മുട്ട എല്ലാവരും കഴിക്കാവൂ, ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് എത്ര മുട്ടയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ചാണ്. 6 മാസം മുതൽ 1 വയസ്സ് വരെ കുട്ടികൾക്ക് നമുക്ക് കുട്ടികളുടെ പീഡിയാട്രിഷ്യൻസ് ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം ഒരു 1/2 മുട്ട കൊടുത്തു നോക്കുക. അലർജി ഉണ്ടോ എന്ന് നോക്കണം. അലർജി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കരുത്. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 മുട്ട വരെ കൊടുക്കാം. കാരണം ബ്രെയിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസിൽസിന് ഇമ്പോർട്ടൻ്റ് ആണ്. 4 വയസ്സ് മുതൽ 8 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് 1 മുട്ട മുതൽ 1.5 മുട്ട, ചിലപ്പോൾ 2 മുട്ട വരെ കൊടുക്കാം. 2 മുട്ട വരെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. 9 വയസ്സ് മുതൽ 13 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ട് 2 മുട്ട കൊടുക്കണം. 3 മുട്ട കൊടുക്കാനും കുഴപ്പമില്ല. അപ്പം നല്ലോണം അത്ലറ്റാണ്, നല്ലോണം ഓടിക്കളിക്കുന്ന കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കുക. ടീനേജേഴ്സ് ഒരു ഗ്രോത്ത് ഫേസിലാണ് അല്ലേ, അവർക്കും പ്രോട്ടീൻ റിക്വയർമെൻറ്റ് വളരെ ഹൈ ആണ്. ഇവർക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ടീനേജർ ആണെങ്കിൽ 3 മുട്ട കൊടുക്കുക, ആക്റ്റീവ് അല്ലെങ്കിൽ 2 മുട്ട കൊടുക്കുക. ജങ്ക് ഫുഡ് ഒഴിവാക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നല്ലത് കഴിക്കുന്നതിനോടൊപ്പം മോശം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് സാധാരണയിൽ മിനിമം 2 മുട്ടയെങ്കിലും കഴിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം 3 മുട്ട വരെ ആഡ് ചെയ്യുക. പ്രോട്ടീൻ എത്ര കഴിക്കണമെന്ന് ഡോക്ടറോട് ചോദിക്കുക, അത് കറക്റ്റായിട്ട് അളവിൽ കഴിക്കുക. നമ്മൾ 2 മുതൽ 3 പറയും. കാരണം വൈറ്റമിൻ B12 ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ പ്രഗ്നൻ്റ് ലേഡീസിന് ഇമ്പോർട്ടൻ്റ് ആണ്. മുട്ടയുടെ മഞ്ഞയിലൊക്കെയാണ് ഈ കൊളീൻ ഉള്ളത്. കൊളീൻ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ വാല്യുബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നിർബന്ധമായിട്ടും പ്രഗ്നൻ്റ് ലേഡീസ് മുട്ട കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിക്ക് നമുക്ക് 4 മുട്ട വരെ ഒരു കുഴപ്പവും ഇല്ലാതെ കഴിക്കാം, സേഫാണ്, കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ 2 മുതൽ 3 മുട്ട വരെ കഴിക്കാം. ഓക്കെ, ഇതാണ് അക്സെപ്റ്റബിൾ. പക്ഷേ മുട്ട ഒഴിവാക്കി ഒരു ദിവസം പോലും ഉണ്ടാകരുത്. പ്രായം കൂടുമ്പോൾ ആളുകൾ തെറ്റായിട്ടൊരു കാര്യം ചെയ്യും. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മുട്ട കഴിച്ചാൽ പ്രോബ്ലം വരുമെന്ന് അവർ കഴിക്കില്ല. കാര്യം കൈയിലെയും കാലിലെയും ശക്തി കുറയാണ്, പെട്ടെന്ന് തളർന്നു പോവുകയാണ്, ബോഡി ലൂസാവും, മസിൽസ് ഒക്കെ ലൂസാവും. അവിടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണമാണ് മസിൽ ലോസ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം 40 കഴിഞ്ഞതിന് ശേഷം മസിൽ കുറയുമെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളത്. ഇതിനാണ് സാർക്കോപീനിയ എന്ന് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മുതിർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ 40 വയസ്സിട്ടുള്ള വ്യക്തി പ്രോട്ടീൻ ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 4 മുട്ടയുടെ വെള്ള കഴിക്കണമെന്ന് പറയുന്നത്. ഒരു മുട്ട ഫുള്ളായിട്ടും കഴിക്കുക. എഗ് വൈറ്റിൽ പ്രധാനമായിട്ടും പ്രോട്ടീനാണ്. ഫാറ്റ് വളരെ കുറവാണ്, കാലറി വളരെ കുറവാണ്. അതുകൊണ്ടാണ് ബോഡി ബിൽഡേഴ്സ് പലരും 30 മുട്ടയൊക്കെ കഴിക്കുന്നത്, നല്ല ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുന്നവർ. കാരണം അവർക്ക് വേണ്ടത് പ്രോട്ടീനാണ്, നല്ല പ്രോട്ടീൻ. മഞ്ഞയ്ക്കകത്ത് വൈറ്റമിൻ എ ഉണ്ട്, അത് കണ്ണിന് നല്ലതാണ്. വൈറ്റമിൻ ഡി ഉണ്ട്, അത് ബോണിനും ഹോർമോൺസിനും പ്രധാനമാണ്. വൈറ്റമിൻ B12 ഉണ്ട്, അത് ഞരമ്പുകൾക്കും ബ്ലഡ് ഫോർമേഷനും ആവശ്യമാണ്. കൊളീനുണ്ട്, അത് ബ്രെയിൻ ഫംഗ്ഷനും മെമ്മറിക്കും വേണ്ടി നല്ലതാണ്. അതാണ് കുട്ടികൾക്ക് നിർബന്ധമായിട്ട് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൂട്ടിനുണ്ട്, സാന്തിൻ എന്ന സാധനമുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അത് കണ്ണിൻ്റെയും പൊതുവായിട്ടുള്ള ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്ന സാധനമാണ്. ഇഫ് യു ക്യാൻ അഫോർഡ് ഓൺലി 1 പവർഫുൾ ഫുഡ് ഡെയിലി, എഗ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫുഡ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മുട്ട കഴിക്കുക. മുട്ട കഴിച്ചാൽ കൂടുതൽ സമയം നമ്മൾ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗും കിട്ടും. അതുകൊണ്ട് നമ്മൾ അൺനെസസറി സ്നാക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് രാവിലെ എല്ലാ ദിവസവും നിങ്ങൾ ആഹാരത്തിനോടൊപ്പം പുട്ട് കഴിച്ചാലും ദോശ കഴിച്ചാലും ഇഡ്ഡലി കഴിച്ചാലും 2 മുട്ടയും കൂടെ കഴിക്കുക. അപ്പോൾ നമുക്ക് ഉച്ചവരെ വിശക്കില്ല, പ്രോട്ടീനാണ്. ഈ രീതിയിൽ കഴിക്കുക. കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഹെവി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം പ്രമേഹം നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ കാരണം. അതിനു പകരം പ്രോട്ടീനും കൂടെ ആഡ് ചെയ്താൽ ഷുഗറിൻ്റെ സ്പൈക്ക് അമിതമാകില്ല, ഷുഗർ വളരെ വേഗത്തിൽ കുത്തനെ ഉയരില്ല. അപ്പോൾ പലരും ചോദിക്കുന്നതാണ്, നമ്മുടെ നാടൻ മുട്ടയാണോ നല്ലത് അതോ താറാവ് മുട്ടയാണോ നല്ലത്? പിന്നെ പലരും പറയുന്നത് ബ്രോയിലർ കോഴികളാണ്, അത് കഴിക്കാവോ എന്നും ചോദിക്കുന്നുണ്ട്. ഇതും പല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താറാവ് മുട്ടയാണ് കുറച്ചുകൂടെ നല്ല പ്രോട്ടീൻ. അതുപോലെ പൈൽസ് ഉള്ളവർക്കൊക്കെ താറാവ് മുട്ടയാണ് നല്ലതെന്നൊക്കെ പറയും. പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ കോഴിമുട്ടയായാലും മതി. ഓക്കെ, ഇതൊരു ഡിബേറ്റ് നടക്കുന്ന ഒരു ഇതാണ്. പിന്നെ അതുപോലെ കാടമുട്ടയെക്കുറിച്ച് ചോദിക്കുന്നു. കാടമുട്ടയിൽ പ്രോട്ടീൻ അളവ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ എത്ര കാടമുട്ട കഴിച്ചാലേ നമുക്ക് ചിലപ്പം ആ ഒരു ഫുൾ മുട്ടയുടെ പോലെ 7 ഗ്രാം പ്രോട്ടീനും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഡക്ക് ആണെങ്കിൽ ഡക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോഴിമുട്ട കഴിക്കാം. ഞാൻ കോഴിമുട്ടയാണ് കൂടുതലും കഴിക്കുന്നത്. ഞാൻ ഒരു ദിവസം 5 എണ്ണമൊക്കെ കഴിക്കും. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ദിവസങ്ങളാണ് 5 എണ്ണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 4 മുട്ടയാണ് കഴിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. കൊളസ്ട്രോൾ ഇല്ല, അതുപോലെ എൻ്റെ HbA1c ഒക്കെ 5.4ൻ്റെ താഴെയാണ്.
അപ്പോൾ അത് നിർത്തണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഇപ്പോഴത്തെ കോഴികളെല്ലാം നമ്മൾ ആൻറ്റിബയോട്ടിക്കലും ഹോർമോണുകളൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം. ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്, പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പല ആളുകൾ സമ്മതിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ ഞാൻ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ മുട്ടയിൽ അമിതമായിട്ടുള്ള ഈ പ്രോബ്ലംസ് ഒന്നും അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി പുറത്തുള്ള നാടൻ കോഴിയിലുള്ള മുട്ടയാണ് ഏറ്റവും നല്ലത്. അവർ വെയിലത്തൊക്കെ ഇറങ്ങി നടക്കുന്ന കോഴികളായാണ്, അവർക്ക് ഒമേഗ 3 കണ്ടന്റും കുറച്ചും കൂടെ ന്യൂട്രിയൻസ് ഒക്കെ അതിൻ്റെ അത് കൂടുതലായിരിക്കും. പക്ഷെ നാടൻ എഗ്ഗ് കിട്ടാൻ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന മുട്ട കഴിക്കാം. അടുത്തൊരു ചോദ്യം, ഏത് മുട്ടയാണ് നല്ലത്? പുഴുങ്ങിയ മുട്ടയാണോ നല്ലത്? ഓംലെറ്റ് ആണോ നല്ലത്? അതോ ഹാഫ് ബോയിലാണോ നല്ലത്? അതോ ഓയിൽ ഫ്രൈ ചെയ്തതാണോ നല്ലത്? ചിക്കി എടുക്കുന്നതാണോ നല്ലത്? സ്ക്രാമ്പിൾഡ് എഗ്? അതൊക്കെ പല ആളുകളും പല ഓപ്ഷനിൽ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ കൂടുതലും കഴിക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ്. കാരണം എണ്ണയില്ല. എണ്ണ കൂടുതലായാൽ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ മാറ്റി കഴിക്കാറുണ്ട്. ഹാഫ് ബോയിൽ കഴിക്കാറുണ്ട്, ഓംലെറ്റായിട്ട് കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സ്ക്രാമ്പിൾഡ് ആയിട്ടും കഴിക്കും. കാരണം ടേസ്റ്റ് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതി. പിന്നെ ചിലപ്പം ഞാൻ മുട്ട റോസ്റ്റ് കൊണ്ടുപോകും. മുട്ട റോസ്റ്റ് കൊണ്ടുപോയിട്ട് അതിനോടൊപ്പം കുറച്ച് കഴിക്കും, കുറച്ച് റോസ്റ്റിനോടൊപ്പം മുട്ടയോടെ കഴിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് കഴിക്കാം. അപ്പോൾ എണ്ണ കുറച്ചിട്ടുള്ളതാണ് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം 5 എണ്ണമൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 4 എണ്ണമൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മളെല്ലാം എണ്ണയിലിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് പ്രശ്നമായിട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ പുഴുങ്ങി കഴിക്കുന്നതിനാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പക്ഷേ നമുക്ക് പൊരിച്ചു കൊടുക്കാം, ഹാഫ് ബോയിലായിട്ട് കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ ദാല്, ഗ്രീൻ പീസ്, ബീൻസ്, കടല, നട്ട്സ്, ഇതെല്ലാം നല്ല ഫുഡ് തന്നെയാണ്. ഫൈബർ ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്, വയറിന് നല്ലതാണ്, ശരിയാണ്. പക്ഷേ പല വെജിറ്റബിൾ പ്രോട്ടീൻസിലും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഇല്ല. പക്ഷേ മുട്ടയ്ക്കകത്ത് ഇതുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മുട്ട വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ്. കാരണം ഇതിനകത്ത് മിത്യോണിയം കുറവാണ്, ചില ഗ്രേസിൽ ലൈസിൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ബോഡിക്ക് കംപ്ലീറ്റ് അമിനോ ആസിഡ്സ് കിട്ടണമെങ്കിൽ, കാരണം ഡിഫറെൻറ്റ് ഫുഡ് കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ മുതിർന്നവരൊക്കെ പറയുന്നത് മുട്ട എല്ലാ ദിവസവും കഴിക്കണം. കാരണം നമ്മൾ സ്മാർട്ടായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോട്ടീൻ കിട്ടും. എന്ന് പറഞ്ഞ് വെജിറ്റബിൾ പ്രോട്ടീൻ യൂസ്ലെസ് ആണെന്നല്ല, അതും വാല്യുബിൾ ആണ്. പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റി മാത്രം നോക്കാതെ ക്വാളിറ്റിയും ബയോ അവൈലബിലിറ്റി ഓഫ് പ്രോട്ടീനും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അതും കഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കുറച്ച് സാധനം കഴിച്ച് കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ അത് മുട്ടയാണ്. ഇനി മുട്ടയൊക്കെ കഴിക്കുന്നു, അതിനോടൊപ്പം ബേക്കറി ഫുഡ് കഴിക്കുന്നു, പുകവലിക്കുന്നു, എക്സസൈസ് ഒന്നുമില്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ വളരെ മോശമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം റിയൽ വില്ലൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡാണ്, അമിതമായിട്ടുള്ള പഞ്ചസാരയാണ്, ഉറക്കമില്ലായ്മയാണ്. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ മുട്ട മാത്രം കഴിച്ചാൽ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒഴിവാക്കിയിട്ട് വേണം മുട്ട ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ.